കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ 10ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1-2 ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണയായി പരീക്ഷയ്ക്ക് എക്സാംസിനൊക്കെ നമ്മൾ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാംസിനൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദി ബിലോ നമ്പേഴ്സ്. ചുവടെ കൊടുത്തിരിക്കുന്നവയുടെ നമ്പേഴ്സിന്റെ മാധ്യവും മധ്യമവും കണക്കാക്കുക. അപ്പൊ നോക്കിയേ, എന്താണ് മാധ്യം എന്ന് വെച്ചാൽ അഥവാ മീൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിട്ട് നമ്പേഴ്സ് ഒക്കെ ഇതാ. ഏതൊക്കെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്ക് ഏതൊക്കെയാണ്? 2, 6, 10, 8, 4 ഈ നമ്പേഴ്സ് അല്ലേ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാധ്യമാണ് അഥവാ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, മാധ്യം അഥവാ മീനാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ കൂടെ കൂട്ടുക. എത്രയാ? 2 + 6 + 10 + 8 + 4. അതിനുശേഷം ഈ തന്നിട്ടുള്ള നമ്പേഴ്സിന് കൂട്ടിക്കിട്ടിയ ഉത്തരത്തിനെ നമ്മൾക്ക് എത്ര നമ്പർ ഉണ്ടോ, ഇത് എത്ര സംഖ്യകളുണ്ട്, ഇത് എത്ര ഉണ്ടോ നോക്കിയേ. 1, 2, 3, 4, 5 എത്ര ഉണ്ട്? 5 എണ്ണം അല്ലേ. അപ്പൊ ഈ കിട്ടിയ ഉത്തരത്തിന് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക. എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം എത്ര എണ്ണം ഉണ്ടോ, എത്ര നമ്പർ ഉണ്ടോ അതിനെ കൊണ്ട് ഹരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. എത്രയുണ്ട് നോക്കിയേ? 2 + 4 + 10 2 + 6 + 10 + 8 + 4 എത്ര കിട്ടും നമുക്ക്? 10, 20, 30. അപ്പൊ 30/5 കിട്ടും. 30/5 എത്രയാണ് ആൻസർ? നമുക്ക് 30/5 6 കിട്ടി. 6 കിട്ടിയ ആൻസർ. അപ്പൊ നമുക്ക് മീൻ അഥവാ മാധ്യം വളരെ എളുപ്പത്തിൽ കിട്ടി. എത്ര കിട്ടി നമുക്ക് ആൻസർ? നോക്കിയേ, എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? ആൻസർ 6 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്തായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? നോക്കിയേ, നമുക്ക് മാധ്യവും മധ്യമം അഥവാ മീഡിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മധ്യമം അഥവാ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നോക്കിയേ, ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. മലയാളത്തിലോ ആരോഹണ ക്രമത്തിൽ എഴുതുക അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. എങ്ങനെ? അതായത് ചെറുതുനിന്ന് വലുതിലേക്കോ വലുതുനിന്ന് ചെറുതിലേക്കോ എഴുതുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഞാൻ ചെറുതുനിന്ന് വലുതിലേക്കാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാ തന്നിട്ടുള്ള? ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്. 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ഏതാ? അടുത്ത വലുതേതാ? 4 ആണ് അല്ലേ. പിന്നെ അതിനുശേഷം നമ്പർ ഏതാ? 6 ആണ്. പിന്നെ 8 ആണ്. പിന്നെ 10 ആണ്. ഓക്കെ, ഇത്രയും നമ്പർ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നടുക്കുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നടുക്ക് ഏത് നമ്പറാണോ ഉള്ളത് ആ നമ്പർ കണ്ടുപിടിക്കാം. നോക്കിയേ, എങ്ങനെ നടുക്കുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. ഇതാ, ഈ അറ്റത്തൊന്ന് വെട്ടുക, ഇങ്ങേ അറ്റത്തൊന്ന് വെട്ടുക, ഇപ്പുറത്തൊന്ന് വിട്ടുക. നല്ല രസമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അവസാനത്തെ നമ്പർ എത്രയുണ്ട്? 6. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ എത്ര കിട്ടി നമുക്ക്? മീഡിയൻ അഥവാ മധ്യമം. പല കൂട്ടുകാർക്കും എന്ത് ചെയ്യും? മധ്യവും മാറിപ്പോകും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മാധ്യമം എന്ന് പറയും. ഓക്കെ, അങ്ങനെ മാറാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം മീഡിയൻ എത്ര കിട്ടി നമുക്ക്? 6 കിട്ടി. ആൻസർ കിട്ടി. ഇനി കൺഫ്യൂഷൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇത് ഇപ്പം 5 എണ്ണം ഉള്ളതുകൊണ്ട്, 5 വെച്ചാൽ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ഉള്ളതുകൊണ്ടാണ് കൃത്യം നടുക്ക് ഒന്ന് വന്നത് അല്ലേ. പക്ഷേ 5 എണ്ണം തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇങ്ങനെ വരാ ക്വസ്റ്റ്യൻ: 2, 4, 6, 8, 10, 12. ഇപ്പം എത്ര എണ്ണം വന്നിട്ടുണ്ട്? നോക്കിയേ. ഇപ്പം എത്ര എണ്ണം വന്നിട്ടുള്ളത്? 1, 2, 3, 4, 5, 6 എണ്ണാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ 6 എണ്ണം നമുക്ക് വന്നാൽ എന്ത് ചെയ്യും നോക്കിയേ, ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പുറത്തൊന്ന് വെട്ടി. ഓക്കെ, ഇപ്പുറത്തൊന്ന് വെട്ടി. ഇനിയോ ബാക്കി എന്താ ഉള്ളത്? ബാക്കി 6ഉം 8ഉം ആണുള്ളത്. 6ഉം 8ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഈ നടുക്ക് വന്നിട്ടുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6ഉം 8ഉം. അത് രണ്ടും കൂടെ കൂട്ടുക. അപ്പൊ 6 + 8/2. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് /2 ചെയ്താൽ നമുക്ക് ആൻസർ ആയി. 6 + 8 എത്രയാണ്? 7 ആണ്. അപ്പൊ 7/2. എൻ്റെ നിൽക്കുകയോ ഇല്ല. 7 അല്ല, 6 + 8 എത്രയാണ്? 14/2. എത്രയാണ് 14/2? 7. ആൻസർ ആണ് 7. നമ്മുടെ മീഡിയൻ ആണ് 7. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ. അപ്പം മീനും മീഡിയനും ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം എന്തായാലും നമുക്ക് SLC എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം അതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. അടുത്ത നമ്മളെ ചോദ്യം ഇതാ, ഈ ടൈപ്പ് ഒരു ചോദ്യം. ഇത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത്, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനകത്ത് ഒരു ടൈപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. വളരെയധികം ശ്രദ്ധിക്കണം. ക്വസ്റ്റൻ എന്താ പറഞ്ഞത്? ഒരു പ്രദേശത്തെ 25 കുടുംബങ്ങളുടെ മാസ വരുമാനം ചുവടെ. മധ്യമ വരുമാനം എത്ര? അതായത് ഒരു പ്രദേശത്തെ കുറച്ച് ഹൗസ് ഹോൾഡ്സിൻ്റെ മീഡിയൻ ഇൻകം നമുക്ക് കുറച്ച്
25 ഹൗസ് ഹോൾഡ്സിന്റെ മീഡിയൻ ഇൻകം നമുക്ക് കണ്ടുപിടിക്കണം, അതായത് മധ്യമ വരുമാനം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ തന്നിട്ടുള്ളതിനെ കോളത്തിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ 2 കോളമാക്കി തിരിക്കാം, 2 കോളാക്കി തിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്താണ്? വേജ്, കൂലി, വരുമാനം. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അഥവാ കുടുംബങ്ങളുടെ എണ്ണം. ഓക്കെ, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള ഓരോന്നിനും ഇവിടെ എത്രയുണ്ട്? 4000, 5000, 6000 അങ്ങനെ ഇല്ലേ? അതിനെ നമ്മൾ അങ്ങനെ എഴുതണം. എങ്ങനെ എഴുതണം? അപ് ടു 4000, പിന്നെയോ അപ് ടു 5000, പിന്നെ അപ് ടു 6000, അപ് ടു 7000, അപ് ടു 8000. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോക്കിയേ, ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ 3 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? ഈ നമ്മൾ ഇപ്പുറത്തെ കോളത്തിൽ ഓരോന്ന് കൂട്ടി എഴുതണം. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 3 എഴുതുക. ഇവിടെ 3 എഴുതണം. ഈ അപ് ടു 4000 എന്നുള്ളടുത്ത് 3 എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 നമ്പേഴ്സ് ഇല്ലേ, ഏതൊക്കെ? 3ഉം 7ഉം. 3 7 ആഡ് ചെയ്തിട്ട് തൊട്ടടുത്ത കോളത്തിൽ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? ആദ്യത്തെ 3 നമ്പേഴ്സ്, ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഈ ഏതൊക്കെ? 3ഉം 7ഉം 8ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ എത്ര? 18 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പറോട് ആഡ് ചെയ്യുക. എത്രയാ? 6 ആഡ് ചെയ്യുക. 18 6 ആഡ് ചെയ്യുക. എത്രയാ? 24 കിട്ടി. അതിനുശേഷം വീണ്ടും അവസാനത്തെ നമ്പറായ 1 ആഡ് ചെയ്യുക. എത്ര കിട്ടും? ആൻസർ 25 കിട്ടി. അപ്പോൾ ഈ അവസാനം നമുക്ക് കിട്ടിയ എത്രയാണോ അത് n ഈക്വൽ ടു എന്നിട്ട് എടുക്കുക. അപ്പോൾ n ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 25 ആണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കണം. നമുക്ക് മിക്കവാറും എക്സാമിന് ഓഡ് നമ്പർ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഓഡ് നമ്പർ ആണല്ലേ, n ഒറ്റ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയ നമ്പറിന്റെ കൂടെ ഒന്ന് കൂട്ടുക. അതായത് 25ന്റെ കൂടെ ഒന്ന് കൂട്ടുക. എന്നിട്ട് എത്ര ചെയ്യണം? 25ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എന്ത് ചെയ്യണം? by 2 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 25നോട് ഒന്ന് കൂട്ടിയാൽ 26 by 2 എന്ന് വെച്ചാൽ എത്രയാണ്? 13. അപ്പം 13th ഒബ്സർവേഷൻ, 13ാമത്തെ സ്ഥാനത്തുള്ള ആളുടെ വേജ്, 13ാം സ്ഥാനത്തുള്ള കുടുംബത്തിന്റെ കൂലിയായിരിക്കും മധ്യമ കൂലി അഥവാ മീഡിയൻ വേജ്. അപ്പൊ നോക്കിയേ, ഇവിടെ 13ാമത്തെ സ്ഥാനത്ത് ഉണ്ടോ നോക്കിയേ. അപ്പൊ ഏത് നമ്പർ, 2 നമ്പറിന്റെ ഇടക്കാണ് 13 വരുന്നത് മാത്രം നോക്കിയാൽ നമുക്ക്. ഏത് 2 നമ്പറിന്റെ ഇടക്കാണ് 13 വരുന്നത്? നോക്കിയേ ഏതൊക്കെ 2? 10ന്റെയും 18ന്റെയും ഇടക്കല്ലേ 13 വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ 13 എന്ന് വെച്ചാൽ 13 എന്ന നമ്പർ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ 13നേക്കാൾ തൊട്ട് വലിയ നമ്പർ ഏതാണല്ലോ? ഏതായുള്ളത്? 18 അല്ലേ? അപ്പൊ 18ന് നേരെ ഉള്ളത് എത്രയാണെന്ന് നോക്കിയാൽ മതി. 18ന് നേരെ എത്രയുള്ളത്? 6000. അപ്പം മീഡിയൻ വേജ് എത്ര കിട്ടി നമുക്ക്? മീഡിയൻ വേജ് ഈക്വൽ ടു 6000. അതായത് മധ്യമ കൂലി അല്ലെങ്കിൽ മധ്യമ വരുമാനം എത്രയാണ്? 6000 എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ 2 ടൈപ്പ് നമ്മൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു ടൈപ്പ് ഉണ്ട്, അത് സ്ഥിരമായ എക്സാമിന് ചോദിച്ചു വരുന്ന ടൈപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.